അത്രയല്ലേ പറ്റത്തുള്ളൂ, അത്രേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ശരത്തിനൊരിക്കലും എൻ്റെ റിക്വയർമെൻറ്റിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ ശരത്തിൻ്റെയും എൻ്റെയും റിക്വയർമെൻറ്റ് ഒരുപോലെ വരുന്നിടത്താണ് നമുക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അതെ. ഇപ്പോൾ നമ്മളൊരു കടയിൽ ചെന്ന് ആ കടയിൽ എനിക്ക് വേണ്ട സാധനങ്ങളുണ്ട്. അപ്പോൾ എൻ്റെയും ആ വിൽക്കുന്ന കച്ചവടക്കാരൻ്റെ ആവശ്യം, കച്ചവടക്കാരന് ഇത് വിൽക്കണം, വാങ്ങാൻ അതിനാൾ വരണം. ഒന്ന് അയാൾക്ക് വിൽക്കണം, വാങ്ങാൻ ആൾ വരണം. അപ്പോൾ രണ്ടു കൂട്ടർക്കും ആവശ്യം വന്നപ്പോഴല്ലേ, വിൽക്കുന്നവനും വാങ്ങുന്നവനും. എനിക്ക് വാങ്ങണം, പക്ഷേ കടയെ കൊണ്ടുവന്നിരിക്കുന്ന സാധനമൊന്നും എനിക്ക് വേണ്ടതല്ല. അയാൾക്ക് വിൽക്കണം, പക്ഷേ കഥയില്ല, എനിക്ക് വേണ്ടതൊന്നുമില്ല. അപ്പോൾ അവിടെ ഇൻട്രാക്ഷൻ ഇല്ല. നമ്മളിപ്പോഴാണ് ഇൻട്രാക്ഷൻ. ഇനി ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം എന്താണ്? ഇതെല്ലാം കാണുന്നത് ഒരു അന്തരീക്ഷമാണ്. ഒരു അന്തരീക്ഷത്തിനകത്താണ് കാഴ്ച നിൽക്കുന്നത്. മനസ്സിലായി? അവിടെയാണ് നമുക്ക് ഒരുമിച്ചെന്നുള്ള ഭാഗം വരുന്നത്. ഒരു അന്തരീക്ഷത്തിൻ്റെ അണ്ടറിൽ വരുമ്പോഴാണ് ഒരുമയുണ്ടാകുന്നത്. മനസ്സിലായി? അപ്പോഴാണ് നമുക്ക് സ്നേഹം. ഇതിപ്പോൾ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ തമ്മിലേ നടക്കത്തുള്ളൂ. അല്ലാണ്ട് പുസ്തകം വായിച്ച് എനിക്ക് കൃഷ്ണനുമായിട്ട് ബന്ധമുണ്ട്, എനിക്ക് യേശുക്രിസ്തുവായിട്ട് ബന്ധമുണ്ട്, നടക്കത്തില്ല. അത് അങ്ങനൊരു ഭാഗം ഒരിക്കലും പോസിബിളല്ല. പക്ഷേ ഇത് കഥാ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ രോഗമുള്ളത്. നമുക്ക് അന്തരീക്ഷമായിട്ടുള്ള ബന്ധത്തിലെ ഒരുമിക്കാൻ പറ്റത്തുള്ളൂ. മറ്റേത് സങ്കല്പമാണ്. അതുകൊണ്ടാണ് രോഗികളാകുന്നത്. ആർക്കും കൃഷ്ണനുമായിട്ടുള്ള ബന്ധം സാധ്യമല്ല, പോസിബിളല്ല. മനസ്സിലായ? നമുക്ക് ആകാശമായിട്ടുള്ള ബന്ധം മാത്രമേ, അന്തരീക്ഷമായിട്ടുള്ള ബന്ധം മാത്രമേ സാധ്യമുള്ളൂ. അവിടെ അപ്പം തന്നെ റിലീഫ് ഉണ്ടാവും, അപ്പം തന്നെ ഇമ്മീഡിയറ്റ് ഇഫക്റ്റാണ്. മനസ്സിലായ? കാരണം അന്തരീക്ഷമാണ് നമ്മളെന്നൊക്കെ പറയുന്നതിന്, നമ്മളെല്ലാവരും ഒരുമിച്ചെന്നൊക്കെ പറയുന്നത് ഈ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ വരുമ്പോൾ മാത്രമാണ്. അല്ലാണ്ട് ഞാൻ കൃഷ്ണഭക്തനാണ്, ഞാൻ ശിവഭക്തനാണ്, യേശുക്രിസ്തുവാണ്, അള്ളാഹുവാണ്, ഇതിലൊന്നും ഒരു കഥയുമില്ല. മനസ്സിലായ? ഒരു കാര്യമില്ല. കാരണം ഇത് വായിച്ച്, പുസ്തകം വായിച്ച് ഒരു സങ്കല്പം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു വെറും സങ്കല്പം മാത്രമാണ്. അതുകൊണ്ടാണ് അവരുടെ വിശ്വാസത്തെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അവർ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്. എന്തുകൊണ്ടാണ്? കാരണം അതുകൊണ്ട് വേസ്റ്റാണ്, ഒരു കഥയില്ല. അസ്വസ്ഥരാകുന്നത് അതുകൊണ്ട് യാതൊരു കഥയില്ലാത്തതുകൊണ്ടാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും കാരണവശാൽ കൃഷ്ണനുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ, കൃഷ്ണനുമായിട്ടുള്ള ബന്ധമല്ലേ നമ്മൾ പറയുമ്പോൾ അവർ അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ, കൃഷ്ണൻ്റെ ലക്ഷണമാണോ ഇത് അസ്വസ്ഥത? അള്ളാഹുവിൻ്റെ ലക്ഷണമാണോ അസ്വസ്ഥത? യേശുക്രിസ്തുവിൻ്റെ ലക്ഷണമാണോ അസ്വസ്ഥത? കാരണം അവർ കാണിക്കേണ്ടത് എന്താണ്? അവരെന്തുമായിട്ടുള്ള ബന്ധമാണ്, അതിൻ്റെ ലക്ഷണമാണ് അവരിൽ നിന്ന് പ്രകടമാകേണ്ടത്. ഒരു വിശ്വാസി അസ്വസ്ഥനാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അസ്വസ്ഥതയുമായിട്ടാണ് അവർക്ക് ബന്ധം. ഇത് ബേസിക് കാര്യം പോലും അറിയാൻ പാടില്ലെങ്കിൽ നമുക്കെങ്ങനെയാണ് പരസ്പരം സംസാരിക്കാൻ പറ്റുക? നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് നമുക്കൊരു അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അവിടെ അന്തരീക്ഷമാകുമ്പോൾ അവിടെ പരസ്പരം ബന്ധത്തിന് ഉള്ള സാധ്യത അവിടെ ഉണ്ട്. അത് വളരെ വ്യക്തമായിട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു പുസ്തകത്തെ എടുത്ത് വെച്ച്, ഇപ്പോൾ മഹാഭാരതം അല്ലേ, അല്ലെങ്കിൽ ഭഗവത്ഗീത എടുത്ത് വെച്ചിട്ട് ഒരാൾ വായിച്ചിട്ട് അതിനെ വ്യാഖ്യാനിക്കുന്നു. അത് കേൾക്കാൻ ഇത് വായിച്ചിട്ടുള്ളവരെല്ലാവരും ചെല്ലും, ഇത് വായിച്ചിട്ടുള്ളവർ ചെന്നിരിക്കും. മനസ്സിലായി? ഇപ്പോൾ ഖുർആൻ വായിക്കുന്നിടത്ത് ഖുർആൻ വായിച്ചിട്ടുള്ളവർ അത് വിശദീകരിക്കുന്ന ഭാഗത്ത് കേൾക്കാൻ ആളുകൾ, അത് നാച്ചുറലാണ്. മനസ്സിലായി? പക്ഷേ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം ഒരു ഗ്രൂപ്പുകളായിട്ട് മാറുകയാണ്, അത്രയേ ഉള്ളൂ. പക്ഷെ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മുടെ ജൈവാവസ്ഥ ഉണരുകയും ജീവിക്കുന്ന ഭാഗത്തോട്ടാകും.
മറ്റേ ജീവിക്കുന്ന ഭാഗത്തോട്ട് വരത്തില്ല, ഒരു സ്വപ്നത്തിൻ്റെ ഭാഗത്തോട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് അവരുടെ ബുദ്ധി എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നത്? അവരുടെ ബുദ്ധി ഇവൻ നമുക്കെതിരാണ്, ഇവൻ നമ്മുടെ ശത്രുവാണ്. കാരണം അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ലോകം, സ്വപ്ന ലോകത്തെ തകർക്കുന്ന ഭാഗമായിട്ട് ഇവർക്ക് തോന്നും. അവർക്കങ്ങനെ തോന്നാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? തകരുന്ന ഭാഗത്ത് തന്നെയാണ് അവർ നിൽക്കുന്നത്. ഏത് വിശുദ്ധ ഗ്രന്ഥമെടുത്ത് വായിച്ച് അവരൊരു ലോകം ഉണ്ടാക്കാൻ നോക്കിയാൽ, ഇത് ഓരോരുത്തർ ലോകം ഉണ്ടാക്കാൻ നോക്കിയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ ഉണ്ടാകുന്നില്ലെങ്കിൽ, ലോകം അവൻ്റെ ജീവിക്കുന്ന ലോകം ഉണ്ടാകുന്നില്ലെങ്കിൽ അവർ രോഗം വന്ന് അസ്വസ്ഥനായിട്ട് പാടുപെട്ട് മരിച്ചു പോകും. മനസ്സിലായി? നമ്മുടെ ലോകം ഉണ്ടാക്കാനാണ് നോക്കുന്നത്, അതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഉണ്ടാകുന്ന ലോകത്തിൽ നിന്നല്ലാതെ, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലോകത്തിൽ നിന്നല്ലാതെ ലോകം, കഥകളിൽ നിന്ന് ലോകം ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് രോഗമായി പോകും, അത് രോഗമായി പോകും. ഈ ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണേ, എന്നാലേ നമുക്ക് പരസ്പരമുള്ള ബന്ധത്തിന് പ്രസക്തിയുള്ളൂ. നമ്മൾ പരസ്പരമുള്ള ബന്ധം, നമ്മുടെ അന്തരീക്ഷത്തെ എല്ലാവരും കൂടി ഒരുമിച്ച് നമ്മുടെ അന്തരീക്ഷത്തെ, അതിനാണ് വീടെന്ന് പറയുന്നത്. വീടെന്ന് പറയുന്നത് എന്താണ്? വീടെന്ന് പറയുന്നത് ആ അന്തരീക്ഷത്തെ അംഗീകരിക്കുന്നവരാണ് വീട്. ആ വീട്ടിലുള്ള അംഗങ്ങളെന്ന് പറയുമ്പോൾ ആ അന്തരീക്ഷത്തെ മാനിച്ചവർ. ശ്രദ്ധിക്കണേ, എൻ്റെ വീട് എന്ന് പറയുമ്പോഴെന്താണ് എനിക്ക് ആശ്വാസം ഉണ്ടാകാനുള്ള കാരണം? എന്താണ്? എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഞാൻ സുരക്ഷിതനാണ്, അവിടെ എനിക്ക് ചില അറിവുണ്ട്, ആ അറിവ് അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി എൻ്റെ അടുത്ത സ്റ്റേജ് എന്താണ്? ഇതുപോലെ തന്നെ ഈ വീട്ടിൽ ഒരു അന്തരീക്ഷമുണ്ട്, അതിലെനിക്ക് അറിവുണ്ടെങ്കിൽ ഈ അന്തരീക്ഷവും, വീട്ടിലെ അന്തരീക്ഷവും ഈ അറിവുമായിട്ട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു ശരീരവുമുണ്ട്. അത്രയും ഭാഗം ക്ലിയറായ? അതെ. അപ്പോൾ ഈ വ്യക്തിക്കാണ് പക്വത ഉണ്ട്. ഈ അന്തരീക്ഷത്തെ, വീടിൻ്റെ അന്തരീക്ഷത്തെ മനസ്സിലാക്കുന്നവനാണ് ആകാശത്തിൻ്റെ അന്തരീക്ഷത്തിലോട്ട് വളരാനുള്ള സാധ്യതയുള്ളത്. വീണ്ടും ഈ വീട് നിൽക്കുന്നത് എന്തിനകത്താണ്? ഈ വീട് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിനകത്താണ്. മനസ്സിലായോ? ഒരു അന്തരീക്ഷത്തിൻ്റെ ഉള്ളിലാണ് വീട് നിൽക്കുന്നത്. അപ്പോൾ വീട്ടിനകത്തെ കാര്യങ്ങൾ മാത്രമല്ല, മനസ്സിലായോ? ഒരു വീട് വെച്ച് അതിനകത്ത് രഹസ്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ടാക്കി അത് ജീവിക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? ഇപ്പോൾ ശരീരമുണ്ടാക്കി ശരീരത്തിനകത്ത് കുറേ നിഗൂഢതകൾ വെച്ച് കഴിഞ്ഞാൽ അത് വൃത്തികെട്ടതായി പോകും. നമ്മുടെ ശരീരം തുറന്ന ശരീരമായിരിക്കണം. ഒരു രഹസ്യവും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകരുത്, ഒരു രഹസ്യവും ഉണ്ടാകരുത്, ഒരു രഹസ്യവും ഉണ്ടാകരുത് ശരീരത്തിൽ. അപകടം മനസ്സിലായ? വീട് പോലെ വിശാലമായിരിക്കണം. വീട് അടച്ചുപൂട്ടുന്നത് എന്തിനാണ്? വീട് എന്തിനാണ് അടച്ചുപൂട്ടുന്നത് പറയാമോ? വീട് എന്തിനാണ് അടച്ചുപൂട്ടുന്നത്? അതെ, അതിനുള്ള അന്തരീക്ഷത്തിൽ കറപ്ഷൻ വരാതിരിക്കണം. അത് തന്നെ, അതാണ് വീട് നമ്മൾ അടച്ചുപൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ കറപ്ഷൻ വരാത്ത അവസ്ഥയിലോട്ട് നമ്മൾ സ്റ്റേബിളായി കഴിഞ്ഞാൽ പിന്നെ വീട് തുറക്കും. മനസ്സിലായി? പിന്നെയാണ് നമ്മൾ വിസിറ്റേഴ്സ്, നമ്മളെല്ലാവരും, ഒരു കൊച്ചുകുട്ടി വളർന്ന് വന്ന്, മനസ്സിലായി, അപ്പോഴെല്ലാം അമ്മയുടെ കൂട്ടത്തിൽ അമ്മയാണ്. മനസ്സിലായ? മറ്റേ ആരുമായിട്ട് കുട്ടി ഇൻട്രാക്ട് ചെയ്യത്തില്ല. അമ്മയായിട്ടുള്ള ബന്ധമാണ്. ഇത് വീടിനകത്താണ്. കുട്ടി ആ വീടിൻ്റെ അന്തരീക്ഷത്തിനകത്താണ്, അവിടെ സേഫാണ്. സാവകാശം കുട്ടി വളർന്നു വരുമ്പോൾ പുറമേയുള്ള കാര്യങ്ങളുമായിട്ട്, കാരണം ഇവിടെ സ്റ്റെബിലിറ്റി വന്നു കഴിയുമ്പോഴാണ് പുറമേയുള്ള കാര്യങ്ങൾ. അപ്പോൾ അന്തരീക്ഷമായിട്ട്, വീടിൻ്റെ അന്തരീക്ഷമല്ല, പ്രപഞ്ചത്തിൻ്റെ അന്തരീക്ഷത്തിലോട്ടാണ് പിന്നെ വളരുന്നത്. അപ്പോഴല്ലേ നമ്മൾക്ക് സാമൂഹിക പ്രതിബദ്ധതയും ബോധവും എല്ലാം വൃത്തിയാകുന്നത്. അതപ്പോഴാണ് സമൂഹത്തിൽ എന്ത് ചെയ്യണം, അത് സമൂഹം പഠിപ്പിച്ചതല്ല.
മനസ്സിലായോ? ഈ അന്തരീക്ഷത്തിൻ്റെ വൃത്തിയിൽ നിൽക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ ലൈവാണ്. അപ്പം ഇവിടെയാണ് നമ്മുടെ ത്വക്കിൻ്റെ മാഹാത്മ്യം വരുന്നത്. നമ്മുടെ ത്വക്ക് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഭാഗം ഇവിടെയാണ്. മനസ്സിലായി? ഈ അന്തരീക്ഷത്തിൻ്റെ ഉള്ളിൽ മാനിക്കാതെ നിൽക്കുന്ന ആൾക്കാർ വരുമ്പോൾ നമ്മുടെ ത്വക്കാണ് നമ്മളോട് പറയുന്നത്. ആരാണ് സംസാരിക്കുന്നത്? നമ്മുടെ ത്വക്ക് നമ്മളോട് പറയും. എന്താണ്? ഈ വ്യക്തി അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെട്ടല്ല നിൽക്കുന്നത്. ഇത് നമ്മളെ കാണിച്ചു തരുന്നത് നമ്മുടെ ത്വക്കാണ്. ഓക്കെ, ശ്രദ്ധിക്കണേ. നമ്മുടെ ത്വക്ക് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. പിടികിട്ടിയ? അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അമ്മയുമായിട്ടുള്ള ബന്ധം ആരാണ്? അമ്മയായിട്ടുള്ള ബന്ധത്തെ ഉണർത്തുന്ന ആരാ? നമ്മുടെ ത്വക്കാണ്. ആണോ? നമുക്ക് ഇഷ്ടമുള്ളവരെന്ന് പറയുമ്പോൾ നമ്മുടെ ത്വക്കാണ് ഉടനെ റെസ്പോണ്ട് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ശ്രദ്ധിച്ചാൽ അപ്പം കാണാൻ പറ്റും. നിങ്ങൾ വെറുതെ ചിന്ത ഓടിച്ചു നോക്കുക. നിങ്ങളുടെ ത്വക്ക് എങ്ങനെയാണ്? നിങ്ങളുടെ ത്വക്ക് നിങ്ങൾക്കുണ്ടാ, അനുഭവത്തിലുണ്ടാ? അതാ ഉണ്ടാ? ഉറപ്പാണോ? അതെ, അത്ര ഉറപ്പില്ലാത്ത പോലെ തോന്നിയോണ്ടാണ് ഞാൻ ചോദിച്ചത്. അവിടെ തന്നെ ഞാൻ നിന്നത് അതാണ്. ഇതുകൊണ്ടാണ് ഈ ലൈംഗിക ആസക്തി, ബലാത്സംഗം ഇതെല്ലാം ത്വക്കുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതാണ്. വെറുപ്പ്, വിദ്വേഷം ഇതെല്ലാം ത്വക്കുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. അതെ, നമുക്ക് സംശയം ഇതെല്ലാം ത്വക്കുമായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ്. അതെ, ത്വക്കുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഈ സംശയം ഇങ്ങനെയുള്ള ഭാഗമൊന്നും ഉണ്ടാകത്തില്ല. വാശി, വൈരാഗ്യം, വിദ്വേഷം ഇതെല്ലാം ത്വക്കിനെ അനുഭവിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് സംശയം, ഭയം, ഉത്കണ്ഠ ഇതെല്ലാം ത്വക്കിൻ്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നതാണ്. എവിടെയാണ് നമുക്ക് ലൈംഗിക ഉത്തേജനം വരുന്നത്? എവിടെയാണ്? ത്വക്കിലാണ് വരുന്നത്. മനസ്സിലായോ? പിന്നെയാണ് അത് ഉള്ളിലോട്ട് കടക്കുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് ത്വക്കിലാണ് വരുന്നത്. സ്കിന്നാണ് നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടുനടക്കുക. എങ്ങനെയാണ് വൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റൻഷനാണ് വൃത്തി. എന്താണ് സംഭവിക്കുന്നതെന്ന് കൃത്യമായിട്ട് വിലയിരുത്തുന്നത്. എവിടെയാണ് സംഭവിക്കുന്നത്? ശരീരത്തിലല്ലേ സംഭവിക്കുന്നത്. അണ്ട് ശരത്ത് എന്ത് ചെയ്യണമെന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ എനിക്ക് അറ്റൻഷൻ ഉണ്ടാവുക. ഈ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയാണ് ആർക്കും യാതൊരു ക്ലാരിറ്റിയും കിട്ടാത്ത ഭാഗം കിടക്കുന്നത്. ശരത്ത് എന്ത് ചെയ്യണമെന്നാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. എനിക്കെങ്ങനെ അറ്റൻഷൻ കിട്ടുക? എനിക്കാണ് അറ്റൻഷൻ വേണ്ടത്. ശ്രദ്ധിക്കണേ. ആർക്കാണ് അറ്റൻഷൻ വേണ്ട? ആർക്കാണ്? അവനവന്. അപ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ശരത്ത് എന്ന് പ്രവർത്തിച്ച് ശ്രദ്ധിച്ചാൽ എനിക്ക് അറ്റൻഷൻ കിട്ടുമോ? ഇല്ല. ശ്രദ്ധ എന്ന് പറയുന്നത് എല്ലാവരും ചുറ്റുപാടുമുള്ള കാര്യം ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ശ്വാസം ശ്രദ്ധിക്കുന്നു, എനിക്ക് അറ്റൻഷൻ കിട്ടുമോ? കിട്ടത്തില്ല. ഇവിടെയാണ് ഏറ്റവും വലിയ ലണ്ടൻ ബ്ലണ്ടർ സംഭവിച്ചിരിക്കുന്ന. അവിടെയാണ് ശ്വാസം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. അത് പുറമേ ഉള്ള കാര്യമാണ്. അത് പുറമേ ഉള്ള കാര്യങ്ങളാണ്. എത്ര നമ്മൾ ശ്വാസം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാലും ഇരുന്ന് കഷ്ടപ്പെടുന്ന അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അനുഭവത്തെ ശ്രദ്ധിക്കുക. അനുഭവം ശരീരമല്ലേ? അല്ലേ? അതെ. അപ്പോൾ അനുഭവത്തെ ശ്രദ്ധിക്കുമ്പോൾ വൃത്തി വന്ന്, അനുഭവത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വൃത്തി വന്നിരിക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ആ ഭാഗം മനസ്സിലായ? എന്തിനാണ് ഈ മനസ്സിലായ എന്ന് കൂടെ ചോദിക്കുന്നത്? എന്തിനാണ്? ഇടക്കിടക്ക് മനസ്സിലായ ഇടക്കിടക്ക് ചോദിക്കണം. മനസ്സിലായ അല്ലേ?
എന്താണ് ഈ മനസ്സിലായ എന്ന് ചോദിക്കാൻ കാരണം എന്താണ്? എവിടെയാണ് ഈ മനസ്സ് വരുന്നത്? എവിടെയാണ്? മനസ്സെവിടെ നിന്നാണ് രൂപം കൊണ്ടത്? മനസ്സ് ശരത്തിൻ്റെ കാര്യങ്ങൾ തിരക്കുന്നിടത്താണ് മനസ്സ് വരുന്നത്. മറ്റൊരാളുടെ കാര്യം നോക്കുന്നിടത്ത് മനസ്സുണ്ടാകും. നമുക്ക് മനപ്രയാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നതിന് മനപ്രയാസം ഉണ്ടായിരിക്കും. അടിവരയിട്ട് പറയുകയാണ്, മനപ്രയാസം ഉണ്ടാകുന്നത് മറ്റുള്ളവരുടെ കാര്യം തിരക്കുന്നവന് മനപ്രയാസം ഉണ്ടാകാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായ? പിടികിട്ടിയ? മനപ്രയാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം തിരക്കണം. അല്ലെങ്കിൽ ചോദിക്കുന്നിടത്തും ശരത്തിന് മനസ്സിലാവണമെന്നുള്ളൊരു ഭാഗം നിലനിൽക്കുന്നതുകൊണ്ടാണ് മനസ്സിലായോ ചോദിക്കുന്നത്. അതെ, മറ്റൊരാൾക്ക് മനസ്സിലായി. അവിടെ മറ്റൊരാളുടെ കാര്യത്തിലാണ് ഇടപെടുന്നത്. പക്ഷെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടിയാണ്. കാരണം ശരത്തിനും മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധിക്കണേ, ഞാൻ കാരണം നിങ്ങളുടെ മനസ്സ് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ പല കാര്യങ്ങളും കേൾക്കുന്നത്. അതുകൊണ്ടാണ് വിശ്വാസം. ഈ വിശ്വാസം വരുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിൻ്റെ ഭാഗം മറ്റൊന്നിനെയൊക്കെ ആശ്രയിച്ച് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ അങ്ങനെ ആശ്രയിക്കുന്ന മനസ്സിനോടാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ഇങ്ങനെയല്ലേ, നിങ്ങളുടെ മനസ്സ് ഇങ്ങനത്തെ അല്ലേ എന്നാണ് സംസാരിക്കുന്നത്. അത്രയല്ലേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ മനസ്സ് ഇത്തരം മനസ്സല്ലേ, നിങ്ങളുടെ മനസ്സ് ഇതല്ലേ ഇങ്ങനത്തെ ഒരു മനസ്സല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് തെളിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മനസ്സിനെ തകർത്ത് കളയുക. നിങ്ങൾ പോലും അറിയാതെ, വേദനിക്കാതെ നിങ്ങളുടെ മനസ്സിനെ തകർക്കുന്ന പരിപാടിയാണ് ഞാനീ ചെയ്യുന്നത്. അതിന് നിങ്ങൾ തന്നെ സൗകര്യം ഉണ്ടാക്കി തരുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ മനസ്സിനെ തകർത്ത് കളയണീന്ന്. അപ്പം മനപ്രയാസം തീർന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമുക്ക് സ്വബോധം ഉണ്ടാകും. മനസ്സില്ലാണ്ടായി കഴിഞ്ഞാൽ തെളിച്ചുണ്ടാകും. മനസ്സെന്താണ്? മറ്റുള്ളവർ ചെയ്ത പ്രവൃത്തിയെ ആശ്രയിച്ച് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ധാരണ മാത്രമാണ് മനസ്സ്. യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു മനസ്സിലാണ് ഒരാൾ മുസ്ലിം, ക്രിസ്ത്യാനി, ഹിന്ദു, അഹങ്കാരം, ഞാനെന്നുള്ള അഹങ്കാരം, ഇതെല്ലാം മനസ്സിലാണ്. കാരണം നശിക്കുന്ന വ്യവസ്ഥ കൊണ്ട് ഒരു ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുക, സ്വപ്ന ലോകം. ഇതിനെയാണ് നമ്മളിവിടെ നമ്മൾ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ വണ്ടർഫുൾ ലിവിങ് എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ മനസ്സിനെ തകർത്ത് കളയണ ചെയ്യുന്നത്. മനസ്സിലായി? അതാണ് വണ്ടർഫുൾ. അതുകൊണ്ട് പല ആൾക്കാരും വന്നിരുന്ന് അടിയും വെക്കുന്ന, എതിർക്കുക, ഇതെല്ലാം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? കാരണം വണ്ടർഫുൾ ലിവിങ്ങിൽ മെമ്പറാകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ തകർക്കണം. എന്നാലേ വണ്ടർഫുൾ ലിവിങ്ങിൻ്റെ മെമ്പറാകത്തുള്ളൂ. ഇവിടെ മെമ്പർഷിപ്പ് കിട്ടിയാൽ അപ്പം ഇവിടെ മെമ്പർഷിപ്പ് കിട്ടിയാൽ ഇമ്മീഡിയറ്റ്ലി വണ്ടർഫുൾ ലിവിങ്ങിൻ്റെ മെമ്പർഷിപ്പിൽ നിന്ന് നിങ്ങൾ മാറുകയും ചെയ്യും. ഇവിടുത്തെ മെമ്പർഷിപ്പിൻ്റെ പ്രത്യേകത അതാണ്. ഒരൊറ്റ നിമിഷം മാത്രമേ വണ്ടർഫുൾ ലിവിങ്ങിൻ്റെ മെമ്പറായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് നിങ്ങൾ അന്തരീക്ഷത്തിൻ്റെ മെമ്പറായിട്ട് മാറുകയാണ്. എന്നുവെച്ചാൽ ഇതിനകത്തോട്ട് നിങ്ങൾ കടന്ന് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം അവിടെ നമ്മളുമായിട്ടുള്ള ബന്ധം അവിടെ തീർത്ത് കളയും. പിന്നെ പ്രസക്തിയില്ല. കാരണം നിങ്ങൾ മറ്റൊരാളായിട്ട് ഉണ്ടാക്കിയ ബന്ധം തകർക്കുമ്പോൾ പിന്നെ ഇവിടെ ഇപ്പുറത്തെ ഒരാളായിട്ട് ബന്ധം ഉണ്ടാക്കാൻ എങ്ങനെയാണ് സാധിക്കുക? പിടിയിട്ടില്ല. നമ്മളെ തിരിച്ചറിയുകയും നമ്മുടെ വ്യക്തിത്വം മനസ്സിലാക്കി നമ്മൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും. ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പോലും ഇല്ലാണ്ടാവും. മനസ്സിലായ? കാരണം അന്തരീക്ഷമാണ്. പിന്നെ നമുക്കതിനുള്ള വാക്കുകളൊക്കെ കിട്ടാത്തതുകൊണ്ടാണ്. വാക്കുകളൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നോളും, തനിയെ വന്നോളും. അതിൻ്റെ ഭാഷ ജനിച്ചോളും.
ഇതിൽ യാതൊരു സംശയമുണ്ട്. ഭാഷ ഉറപ്പായിട്ടും ജനിച്ചിരിക്കും, മനസ്സിലായ? ആ ഭാഷ ജീവിക്കുന്നവന് ഭാഷ ഉണ്ടാവും. അപ്പോൾ ജീവിക്കാത്തവനാണ് ഈ പുസ്തകം എടുത്ത് വെച്ച്. ശ്രദ്ധിക്കണേ, മനുഷ്യർ പരസ്പരം നല്ല ബന്ധം ഉണ്ടാകുമ്പോൾ കട്ടിയിട്ടുണ്ട്.